ഹലോ നമസ്കാരം കൂട്ടുകാരെ. മലയാളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ മുൻകാല ചോദ്യോത്തരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് തൂലികാ നാമങ്ങളാണ്. അപ്പം എന്താണ് ചോദ്യം? കുഞ്ഞനന്തൻ നായരുടെ തൂലികാ നാമം എന്താണ്? തിക്കോടിയൻ. അപ്പോൾ തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞനന്തൻ നായരുടെ തൂലികാ നാമമാണ് തിക്കോടിയൻ. അതുപോലെ കുറച്ച് സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നോക്കൂ, മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ. മൂലൂർ എന്നറിയപ്പെടുന്നത് ആരാണ്? എസ് പത്മനാഭപ്പണിക്കർ. അപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ എങ്ങനെയാ പറയാ? മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ. വി സി ബാലകൃഷ്ണപ്പണിക്കർ. വി സി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലകൃഷ്ണപ്പണിക്കർ. ജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ്. ശരിയല്ലേ? അപ്പം നമുക്ക് തൂലികാ നാമം ചേർത്തി എന്ത് പറയാം? സാഹിത്യകാരന്മാരുടെ പേര് പഠിക്കാം. മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ, വി സി ബാലകൃഷ്ണപിള്ള, ജി ശങ്കരക്കുറുപ്പ്. അപ്പം മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ, വി സി ബാലകൃഷ്ണപിള്ള, ജി ശങ്കരക്കുറുപ്പ്. കിട്ടിയോ? അടുത്തത് നോക്കാം. പി കുഞ്ഞിരാമൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ചേർത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഒളപ്പമണ്ണ അണ്ണ നമ്പൂതിരിമാരാണ് എന്ത് ചെയ്യാം? തിരി വെക്കാനായിട്ട്, വിളക്ക് വെക്കാനായിട്ട് എന്ത് ചെയ്യാം? എണ്ണ എടുക്കുക അല്ലേ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. വേറൊരു നമ്പൂതിരി ഇവിടെ വരുന്നുണ്ട്, എന്നാലും നിങ്ങൾ ഇതാദ്യം ഒന്ന് പഠിക്കണേ. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. എൻ കക്കാട് നാരായണൻ നമ്പൂതിരി. എൻ കക്കാട് നാരായണൻ നമ്പൂതിരി. നാരായണനിൽ ഒരു എണ്ണില്ലേ? എൻ നാരായണൻ. കിട്ടിയോ? എൻ കക്കാട് നാരായണൻ നമ്പൂതിരി. പ്രേംജി എം പി ഭട്ടതിരിപ്പാട്. പ്രേംജി എന്നറിയപ്പെടുന്ന ആരാണ്? എം പി ഭട്ടതിരിപ്പാട്. മറക്കരുത്. വിലാസിനി എം കെ മേനോൻ. വിലാസിനി എന്നറിയപ്പെടുന്നത് ആരാണ്? എം കെ മേനോനാണ്. തോപ്പിൽ ബാസി ഭാസ്കരപ്പിള്ള. മാലി ജി മാധവൻ നായർ. മാലി എന്നറിയപ്പെടുന്ന ആരാണ്? മാധവൻ നായരാണ്. മാലി ജി മാധവൻ നായർ. പാറപ്പുറത്ത് കെ ഇ മത്തായി. പാറപ്പുറത്ത് ആര് കയറി? കേറി മത്തായി. കെ ഇ എന്നുള്ളത് എന്തായിട്ട് പഠിക്കുക? കേറി എന്നായിട്ട് പഠിക്കുക. അപ്പൊ പാറപ്പുറത്ത് കെ ഇ മത്തായി. സഞ്ജയൻ എം ആർ നായർ. അത് പിന്നെ എന്താ കണക്ട് ചെയ്യാം? നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോഡ് കണക്ട് ചെയ്യൂ, അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ പഠിക്കണം. സഞ്ജയൻ എം ആർ നായർ. നമ്മൾ കുറേ തവണ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? നമുക്ക് പഠിക്കാനായിട്ട് കഴിയും, ഓർത്തിരിക്കാൻ കഴിയും. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കൂ. മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ, വി സി ബാലകൃഷ്ണപ്പണിക്കർ, ജി ശങ്കരക്കുറുപ്പ്, പി കുഞ്ഞിരാമൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, എൻ കക്കാട് നാരായണൻ നമ്പൂതിരി, പ്രേംജി എം പി ഭട്ടതിരിപ്പാട്, വിലാസിനി എം കെ മേനോൻ, തോപ്പിൽ ബാസി ഭാസ്കരപ്പിള്ള, മാലി ജി മാധവൻ നായർ, പാറപ്പുറത്ത് കെ ഇ മത്തായി. പാറപ്പുറത്ത് കേറി മത്തായി അല്ലേ? പാറപ്പുറത്ത് കെ ഇ മത്തായി. സഞ്ജയൻ എം ആർ നായർ. കിട്ടിയെന്ന് കരുതുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ ശ്രദ്ധിച്ച്. കുഞ്ഞനന്തൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ. അപ്പോൾ തിക്കോടിയൻ എന്നറിയപ്പെടുന്ന ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. തിക്കോടിയൻ ആരാണ്? തിക്കോടിയൻ കുഞ്ഞനന്തൻ നായർ. ഒന്നുകൂടെ, തിക്കോടിയൻ കുഞ്ഞനന്തൻ നായർ. മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ, വി സി ബാലകൃഷ്ണപ്പണിക്കർ, ജി ശങ്കരക്കുറുപ്പ്, പി കുഞ്ഞിരാമൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, എൻ കക്കാട് നാരായണൻ നമ്പൂതിരി, പ്രേംജി എം പി ഭട്ടതിരിപ്പാട്, വിലാസിനി എം കെ മേനോൻ, തോപ്പിൽ ബാസി ഭാസ്കരപ്പിള്ള, മാലി ജി മാധവൻ നായർ, പാറപ്പുറത്ത് കെ ഇ മത്തായി, സഞ്ജയൻ എം ആർ നായർ. കിട്ടിയോ കുട്ടികളെ? എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം, കാരണം 1 മാർക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേംജി, വിലാസിനി ഒന്നും ഒരിക്കലും വിട്ടുപോകരുത്. ഈ സഞ്ജയൻ ഇതൊക്കെ എന്താണ്? നമുക്ക് തെറ്റാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. പ്രേംജി ആരായിരുന്നു? എം പി ഭട്ടതിരിപ്പാട്. വിലാസിനി എം കെ മേനോൻ. സഞ്ജയൻ എം ആർ നായർ. കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത്
ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. മലയാളം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മാർക്ക് നിർണ്ണയിക്കുന്ന ഒരു ഘടകം തന്നെയാണ്, ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.